അങ്ങനെ കാത്തിരുന്ന ഒരു വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ PG ഷിഫ്റ്റ് ചെയ്യാണ്, എൻ്റെ ഹോസ്റ്റലിൽ ഷിഫ്റ്റ് ചെയ്യാണ്. ഞാൻ ഹോസ്റ്റൽ മാറാൻ കുറേ കാരണങ്ങളുണ്ട്. എൻ്റെ ഈ ഹോസ്റ്റൽ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അവിടെ ഒന്നും ഉണ്ടായില്ല. ഫുഡ് ഭയങ്കര മോശമായിരുന്നു. അതേപോലെ റൂമിൽ ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ടായില്ല. കോമൺ വാഷ്റൂം ആയിരുന്നു. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇടയ്ക്ക് കൊടുത്ത വെള്ളം പോവും, കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു അവിടെ. ഏറ്റവും മെയിൻ പ്രശ്നം ചാർജിങ് പോയിൻ്റ് ഉണ്ടാവില്ല, പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത നിയമങ്ങളും അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഹോസ്റ്റലിൽ മാറിയത്. സോ 2 മാസം വെക്കേഷനാണ് നമുക്ക്. ആ ടൈമിൽ എനിക്ക് ഈ ബെഡും സാധനങ്ങളൊന്നും എൻ്റെ ഹോസ്റ്റലിൽ വെക്കാനും പറ്റില്ല, എൻ്റെ PGയിൽ വെക്കാനും പറ്റില്ല. അവിടെ ഡീപ്പ് ക്ലീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ബെഡൊക്കെ കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവച്ചു. തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ റൂംമേറ്റിൻ്റെ ബർത്ത്ഡേ മെയിലുണ്ട്. സോ അവൾക്കൊരു സർപ്രൈസ് പോലെ നമ്മൾ കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ബാക്കിയുള്ള ഒരു റൂംമേറ്റും. സോ നമ്മുടെ 2 പേരുടെയും ജൂണിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് അറിയാം. പക്ഷെ അവളെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. സോ നമ്മൾ അതിന് മുമ്പ് പോണതിന് മുന്നേ ഒരു സർപ്രൈസ് ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു, റൂം നിറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചു. ഇതായിരുന്നു അവളുടെ റിയാക്ഷൻ. ഷി വാസ് സോ ഹാപ്പി. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾ കുറേ കരയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റെഡിയായി, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞതേ വൈകുന്നേരമായപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങൾ 2 ബാഗ് 2 സ്യൂട്ട് കേസൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഒരു വർഷം ഞാൻ ഈ ഹോസ്റ്റലിൽ സർവൈവ് ചെയ്തു. സോ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ.